പ്രിയരെ, പ്രമുഖ പൊതുമേഖലാ ബാങ്കായ യുണൈറ്റഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് യൂക്കോ ബാങ്ക് 250 ലോക്കൽ ബാങ്ക് ഓഫീസർമാർക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ പ്രൊബേഷണറി ഓഫീസർ തന്നെയാണ്. പക്ഷേ അതാത് സംസ്ഥാനങ്ങളിൽ 10 കൊല്ലം പ്രവർത്തിക്കേണ്ടി വരും. അത് നമുക്ക് അനുകൂലമാണ്. മലയാളിയാണെങ്കിൽ കേരളത്തിൽ തന്നെ 10 കൊല്ലം മിനിമം പ്രവർത്തിക്കേണ്ടി വരുമെന്ന് പറയുന്നത് കരിയറിൻ്റെ തുടക്കത്തിൽ 10 കൊല്ലം നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരവസരമായിട്ട് വേണം കരുതാൻ. പ്രിലിംസ് പരീക്ഷയില്ല, മെയിൻസ്, ഇൻ്റർവ്യൂ എന്നിവ മാത്രമേ ഉള്ളൂ. നല്ലൊരവസരമാണ്. 250 വേക്കൻസിയിൽ കേരളത്തിൽ 15 വേക്കൻസിയാണ്, കർണാടകത്തിൽ 35 വേക്കൻസിയാണ്. അതാത് സംസ്ഥാനങ്ങളിലെ ഭാഷ അറിയുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. കേരളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് മലയാളം അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഏജ് 20 വയസ്സ് മിനിമം, 30 വയസ്സ് മാക്സിമം. ആസ് ഓൺ 1/1/2025 ജനുവരി 1, 2025 20 വയസ്സ് തികഞ്ഞിരിക്കണം. 30 വയസ്സ് കഴിയാനും പാടില്ല. ഏത് ഗ്രാജുവേഷനുള്ളവർക്കും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അപ്ലൈ ചെയ്യാം. പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് 45 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 60 മിനിറ്റ്. ജനറൽ ഇക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 35 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ചോദ്യം, 40 മാർക്ക്, 40 മിനിറ്റ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 35 ചോദ്യം, 60 മാർക്ക്, 45 മിനിറ്റ്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണുള്ളത്. 155 ചോദ്യം, 200 മാർക്ക്, 3 മണിക്കൂർ പരീക്ഷ. ഇതിൽ നല്ല മാർക്ക് കരസ്ഥമാക്കുന്നവരെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് റിട്ടൺ ടെസ്റ്റിൻ്റെ 20% മാർക്ക് വെയിറ്റേജാണുള്ളത്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളെ അവർ ജോലിക്ക് ക്ഷണിക്കും. 2 കൊല്ലം പ്രൊബേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ പ്രൊബേഷൻ ഓഫീസറെ തസ്തിക തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് നല്ലൊരവസരമാണ്. നോക്കൂ, ഇതിപ്പോൾ 1-2 ബാങ്കുകൾ വിളിച്ചു കഴിഞ്ഞു. യൂണിയൻ ബാങ്ക് വിളിച്ചു, ഇപ്പോൾ ഇതാ യൂക്കോ ബാങ്ക് വിളിച്ചു. ഇനി മറ്റു പല ബാങ്കുകളും ഈ ഇതേ തസ്തികയിലേക്ക് വിളിച്ചേക്കാം. IBPSൻ്റെ ആനുവൽ നോട്ടിഫിക്കേഷൻ്റെ പുറമെയാണിത്. പ്രിപ്പറേഷൻ ഒന്ന് തന്നെ. അപ്പോൾ ബാങ്കിങ് ചാനലിലേക്ക് കടക്കാനുള്ള മറ്റൊരു സുവർണാവസരമാണ് LBO തസ്തിക. നല്ലതുപോലെ പഠിക്കുക. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ്.